മുറിവുകൾ കെട്ടുന്ന ഒരു ദൈവത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് പകൽക്കാലത്തെ നമ്മുടെ ജീവിതയാത്ര നമുക്ക് തുടങ്ങാം. യെശയ്യാ പ്രവചനം 30-ാം അധ്യായം 26-ാം വാക്യത്തിൻ്റെ ആദ്യത്തെ വാചകം ഞാനിവിടെ വായിക്കുന്നു. യഹോവ തൻ്റെ ജനത്തിൻ്റെ മുറിവ് കെട്ടുകയും അവരുടെ അടിപ്പിണരുകൾ പൊറുപ്പിക്കുകയും ചെയ്യുന്നു. ഇസ്രായേലിൻ്റെ ബാബിലോണിയ പ്രവാസത്തിൽ അവർ വല്ലാതെ ഹൃദയത്തിൽ മുറിവേറ്റ് ജീവിതത്തിൽ വേദന അനുഭവിച്ച് മുൻപോട്ട് പോകുന്ന സാഹചര്യത്തിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ വചനം അവരെ ആശ്വസിപ്പിക്കുന്ന ഭാഗമാണ് നമുക്കിവിടെ കാണുവാൻ കഴിഞ്ഞത്. ദൈവം തൻ്റെ ജനത്തിൻ്റെ മുറിവ് കെട്ടും. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. പലപ്പോഴും ജീവിതത്തിൽ വേദനകൾ പേറി നാം ചുവടുകൾ വയ്ക്കുകയല്ലേ? പലരുടെയും വാക്കുകൾ നമ്മുടെ ഹൃദയത്തെ വല്ലാതെ മുറിപ്പെടുത്തിയിട്ടില്ലേ? ഈ മുറിവുകൾ എങ്ങനെ ഉണങ്ങും? ആരെക്കൊണ്ട് അതിനൊരു പ്രതിശാന്തി വരുത്തുവാൻ കഴിയും എന്ന് ഭാരപ്പെട്ട് ചിന്തിക്കുന്ന വേളകൾ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? ഇന്ന് പകൽക്കാലം അങ്ങനെയുള്ളവരോട് ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഞാൻ നിങ്ങളുടെ മുറിവുകൾ കെട്ടുന്ന ദൈവമാണ്. നാം ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ നല്ല ശമരിയാക്കാരനെ കുറിച്ച് അവിടെ വായിക്കുന്നുണ്ട്. വഴിയരികിൽ കള്ളന്മാരാൽ ആക്രമിക്കപ്പെട്ട് അർത്ഥപ്രാണനായി കിടക്കുന്ന ആ മനുഷ്യൻ പുരോഹിതനും ലേവ്യരും വന്ന് കണ്ട് അവർ മടങ്ങിപ്പോയി സഹായിപ്പാനായിട്ട് കഴിയാതെ. പക്ഷേ ഒരു ശമരിയൻ, ഒരിക്കലും ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്ത നിലയിൽ ആയിരുന്ന ആ ശമരിയാക്കാരൻ ആ മനുഷ്യൻ്റെ തകർച്ചയുടെ നടുവിൽ ഇറങ്ങിച്ചെന്നു. ആ മനുഷ്യൻ്റെ അടുത്ത് ചെന്ന് അവൻ എണ്ണ പകർന്നു, വീഞ്ഞു പകർന്നു, അവൻ്റെ മുറിവുകൾ കെട്ടി വാഹനമൃഗത്തിൽ കയറ്റി അവനെ വഴിയമ്പലത്തിൽ കൊണ്ടുപോയി ആക്കുവാനായിട്ടിടയായി തീർന്നു. ഇന്ന് പകൽക്കാലം അവിടെ പരാമർശിക്കപ്പെടുന്ന നല്ല ശമരിയാക്കാരൻ നമ്മുടെ വേദനകളെ കാണുന്ന, നമ്മുടെ ഹൃദയത്തിൻ്റെ മുറിവുകളെ കെട്ടുന്ന, നമുക്ക് ആശ്വാസം പകർന്നു തരുന്ന, നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശയുടെ കിരണങ്ങൾ നമുക്ക് വേണ്ടി നൽകിത്തരുന്ന ഒരു നല്ല കർത്താവിനെയല്ലേ പ്രിയമുള്ളവരെ? ആ കർത്താവ് നമ്മുടെ മുറിവുകൾ കെട്ടുന്ന ദൈവമാണ്. ഇന്ന് പകൽ ഹൃദയത്തിൽ മുറിവോടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, ഏതൊക്കെയോ നിലയിൽ ഹൃദയത്തിൽ മുറിവേറ്റ് വേദനപ്പെട്ട് ഭാരപ്പെട്ട് നിൽക്കുന്ന ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. മുറിവ് കെട്ടുന്ന അങ്ങോട്ട് അണിപ്പഴുതേറ്റ കരം അവരുടെ മുറിവിനെ കെട്ടണമേ, അവർക്ക് ആശ്വാസം കൊടുക്കണമേ, അവർക്ക് സന്തോഷം നൽകണമേ. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.